ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 5th ക്വസ്റ്റ്യൻ വരെയുള്ള ആൻസേഴ്സ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ എനി 4 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. 4 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുവാണ്, അതായത് അടുത്തടുത്തുള്ള 4 എണ്ണൽ സംഖ്യകൾ എടുക്കുവാണ്. നമ്പേഴ്സ് നമുക്ക് 1, 2, 3, 4 എന്ന് എടുക്കാം. അടുത്തടുത്തുള്ള 4 എണ്ണൽ സംഖ്യകളല്ലേ 1, 2, 3, 4. ആദ്യ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് സം ഓഫ് 2 നമ്പേഴ്സ് അറ്റ് ദി എൻഡ്സ് ആൻഡ് സം ഓഫ് 2 നമ്പേഴ്സ് ഇൻ ദി മിഡിൽ ആർ ഈക്വൽ. എൻഡിലുള്ള നമ്പേഴ്സിൻ്റെ സമ്മും മിഡിലുള്ള നമ്പേഴ്സിൻ്റെ സമ്മും ഈക്വൽ ആണെന്ന്. ആണോ? 1 + 4 5 ആണ്, 2 + 3 5 ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് അറ്റ് ദി എൻഡ്സ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഇൻ ദി മിഡിൽ ആർ ഈക്വൽ. എന്താണ് പ്രോഡക്റ്റ്? എൻഡിലെ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 1 × 4 4 ആണ്. മിഡിലെ നമ്പറിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 6 ആണ്, ഈക്വൽ അല്ല. The difference between the product of 2 numbers at the ends and the product of 2 numbers in the middle is 2. എൻഡിലുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റും മിഡിലുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ? 6 - 4 2 ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. സം ഓഫ് ഫസ്റ്റ് 2 നമ്പേഴ്സ് ആൻഡ് സം ഓഫ് നെക്സ്റ്റ് 2 നമ്പേഴ്സ് ആർ ഈക്വൽ. ഫസ്റ്റ് 2 നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 3 ആണ്. അടുത്ത 2 നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 7 ആണ്, ഈക്വൽ അല്ല. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും ഫോൾസ് ആണ്. ഇതിലേത് ഓപ്ഷനാണ് കറക്റ്റ്? നമുക്ക് 1ഉം 3ഉം അല്ലേ കറക്റ്റായിട്ട് കിട്ടിയത്, അന്നേരം സി ആണ് കറക്റ്റ്. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ദി ലെങ്ത് ഓഫ് ദി ഡയഗണൽ ഓഫ് എ സ്ക്വയർ വിത്ത് സൈഡ് 1 മീറ്റർ ഈസ് √2 മീറ്റർ. 1 മീറ്റർ സൈഡുള്ളൊരു സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് √2 മീറ്റർ ആണെന്നാണ് പറഞ്ഞത് അല്ലേ? √(1² + 1² അല്ലേ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് √2 തന്നെ കിട്ടുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് അനദർ സ്ക്വയർ ഈസ് ഡ്രോൺ ഓൺ ദി ഡയഗണൽ ഓഫ് എ ഗിവൺ സ്ക്വയർ ഏരിയ ഓഫ് ദി സെക്കൻഡ് സ്ക്വയർ ഈസ് ട്വൈസ് ദി ഏരിയ ഓഫ് ദി ഫസ്റ്റ് സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ ഒരു സൈഡാക്കിക്കൊണ്ട് വേറൊരു സ്ക്വയർ വരയ്ക്കുന്നു. ഈ വരയ്ക്കുന്ന സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ആദ്യ സ്ക്വയറിൻ്റെ ഏരിയയുടെ ട്വൈസ് ആയിരിക്കും. ആദ്യ സ്ക്വയറിൻ്റെ ഏരിയ എന്തോ 1 അല്ലേ സൈഡ്, 1 × 1 1. ആദ്യ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 ആണ്, 1 മീറ്റർ സ്ക്വയർ ആണ്. രണ്ടാമത്തെ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ √2 അല്ലേ, അതിൻ്റെ ഏരിയ എന്തായിരിക്കും? √2 × √2, അതായത് 2 മീറ്റർ സ്ക്വയർ ആയിരിക്കും. ആദ്യ സ്ക്വയറിൻ്റെ ഏരിയയുടെ ട്വൈസ് അല്ലേ രണ്ടാമത്തെ സ്ക്വയറിൻ്റെ ഏരിയ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. എന്തൊക്കെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫോൾസ്. നമുക്ക് രണ്ടും ട്രൂ ആണെന്ന് കിട്ടിയില്ലേ? സെക്കൻഡ് ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ്. അതും തെറ്റാണ്. ബോത്ത് ആർ ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1. രണ്ടും ട്രൂ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ് സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ റീസൺ എന്നാണ് പറഞ്ഞത്. ആണോ? സ്റ്റേറ്റ്മെൻറ്റ് 2 1ൻ്റെ ഡയറക്റ്റ് റീസൺ അല്ല, അതും തെറ്റ്. ലാസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1. അത് സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ ഡയറക്റ്റ് റീസൺ ആയിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ ഡി സെലക്ട് ചെയ്തത്. 8ാമത്തെ ക്വസ്റ്റ്യനും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. In triangle ABC, D and E are the midpoint of the sides AB, AC respectively. ഒരു ട്രയാങ്കിൾ ABC-യിൽ AB, AC എന്നുള്ള സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റ്സ് ആണ് ഡിയും ഇയും. നോക്കാം, ഒരു ട്രയാങ്കിൾ വരച്ച് നോക്കാം. ABC, ABയുടെ മിഡ് പോയിൻ്റ് ആണ് ഡി, ACയുടെ മിഡ് പോയിൻ്റ് ആണ് ഇ. ദി ലെങ്ത് ഓഫ് BC ഈസ് 8 സെൻറ്റിമീറ്റർ. BC 8 ആണ്, ഡിയുടെ ലെങ്ത്ത് 5 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? തെറ്റല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞേ, ഇൻ എനി ട്രയാങ്കിൾ ദി ലൈൻ ജോയിൻ ദി മിഡ് പോയിൻറ്റ്സ് ഓഫ് 2 സൈഡ്സ് ഈസ് ഹാഫ് ദി ലെങ്ത് ഓഫ് ദി തേർഡ് സൈഡ്. നമ്മൾ പഠിച്ചിട്ടുള്ള തിയറമാണിത്. ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സൈഡിൻ്റെ ഹാഫ് ആയിരിക്കും, മൂന്നാമത്തെ സൈഡിന് പാരലലും ആയിരിക്കും. ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? 4 വരാവൂ. അതുകൊണ്ടാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ള തിയറമാണത്. ഏതാ കറക്റ്റ്? സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത സെക്ഷൻ ബി. സെക്ഷൻ ബിയിൽ 6 ക്വസ്റ്റ്യൻസ് ആണ്, 3 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസ്. ആദ്യ ക്വസ്റ്റ്യൻ എന്താ? ഡ്രോ ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 14 സെൻറ്റിമീറ്റേഴ്സ്. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം. എന്ന് വെച്ചാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ. അതിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കണം? 14 സെൻറ്റിമീറ്റർ ആയിരിക്കണം. നമ്മൾ പാരലൽ ലൈൻസ് വെച്ചിട്ടാണ് ഇത് വരയ്ക്കുന്നത്. ആദ്യം 14 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കുക. ഇത് 14 സെൻറ്റിമീറ്റർ ആണ്.
ഇനി ഒരു 9 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ വരച്ചിട്ട് അതിനെ 3 3 3 എന്ന് കട്ട് ചെയ്യുക. 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തു. ഈക്വലായി ഡിവൈഡ് ചെയ്യണം. അത് മൂന്നാമത്തെ സൈഡ് ജോയിൻ ചെയ്തു. ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡ് ജോയിൻ ചെയ്തു. ഇനി എന്ത് വേണം? ഈ സൈഡിന് പാരലായിട്ട് ഈ പോയിന്റിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പാരലൽ ലൈൻസ് വരയ്ക്കണം. $14 സെൻറ്റിമീറ്റർ എന്നുള്ള ലൈന് ഈ പാരലൽ ലൈൻസ് ഈക്വലായിട്ടായിരിക്കും കട്ട് ചെയ്തേക്കുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി? ഒരു സൈഡ് കോമ്പസിലെടുത്തിട്ട് ആർക്ക് വരച്ചിട്ട് എന്ത് വരയ്ക്കാം? നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ. സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 41 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 15. വാട്ട് ആർ ദി നമ്പേഴ്സ്? രണ്ട് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 41 ആണ്, ഡിഫറൻസ് എന്ന് പറയുന്നത് 15 ആണ്. എക്സും വൈയും എടുക്കാനാണ് നമ്പേഴ്സ്. അതിൻ്റെ സമ്മ് എക്സ് പ്ലസ് വൈ 41 ആണ്, ഡിഫറൻസ് എക്സ് മൈനസ് വൈ എന്നുള്ള എന്താണ്? 15 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? വൈ ക്യാൻസലായി പോയിട്ട് എക്സ് പ്ലസ് എക്സ് 2x എന്ന് കിട്ടും. 41 + 15 എന്നുള്ളത് 56 ആണ്. വൈ ക്യാൻസലായി പോയി 2x = 56 എന്ന് കിട്ടും. x = 56/2 28. എക്സ് എന്താണ്? 28 ആണ്. എക്സിൻ്റെ വാല്യൂ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? നമുക്ക് വൈ കിട്ടും. y = 41 - x, അതായത് 41 - 28. ആൻസർ 30 എന്ന് കിട്ടും. എക്സും വൈയും കിട്ടിയല്ലോ. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ. എനി ഓഡ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഏതൊരു ഓഡ് നമ്പറിനെയും 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റും. 2 പൂർണ്ണവർഗ്ഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതാൻ പറ്റും. ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് 15നെ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെ എഴുതാം? 15 = 8² - 7² ആണ്. ഇനി ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ളൊരു സ്ക്വയർ വരയ്ക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എന്തായിരിക്കണം? √15 ആയിരിക്കണം. എങ്ങനെ വരയ്ക്കാം? ആദ്യമേ 7 സെൻറ്റിമീറ്റർ വരയ്ക്കുക. 90 ഡിഗ്രി എടുത്തിട്ട് ഒരു ലൈൻ കുറച്ച് നീട്ടി വരച്ചേക്കുക. എന്നിട്ട് കോമ്പസിൽ 8 സെൻറ്റിമീറ്റർ എടുത്ത് ആർക്ക് കട്ട് ചെയ്യുക. ഈ സൈഡ് ജോയിൻ ചെയ്യുക. ഹൈപ്പന്യൂസ് 8ഉം ബേസ് 7ഉം ആയിട്ടുള്ളൊരു റൈറ്റ് ട്രയാങ്കിളാണ് നമ്മൾ വരച്ചത്. ഇനി ഈ സൈഡ് എന്തായിരിക്കും? അന്നേരം മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? √15 ആയിരിക്കും. ഈ സൈഡ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സൈഡ് ആക്കിക്കൊണ്ടൊരു സ്ക്വയർ വരയ്ക്കുക. ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? 15 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. സ്ക്വയർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആംഗിൾസ് എല്ലാം എന്തെടുക്കുക? 90 ഡിഗ്രി തന്നെ എടുക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. എ എന്നും ബി എന്നും 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ദി പ്രൈസ് ഓഫ് 2 bags ആൻഡ് 1 umbrella ഈസ് 1150 rupees. ദി പ്രൈസ് ഓഫ് 2 bags ആൻഡ് 3 umbrella ഈസ് 1850 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ ബാഗ്? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എൻ അംബ്രല്ല? 2 ബാഗും ഒരു കുടയും വാങ്ങിച്ചപ്പോൾ എത്ര രൂപയായി? 1150 രൂപയായി. ഞാൻ ബാഗിൻ്റെ വില 2x എന്നും അംബ്രല്ലയുടെ വില y rupees എന്നും എടുക്കുക. അന്നേരം ബാഗ് 2 bags ആകുമ്പോൾ 2x + 1 umbrella ആകുമ്പോൾ y. എത്ര രൂപയായി? 1250. അടുത്ത എന്ത് പറഞ്ഞേക്കുന്നത്? 2 ബാഗും 3 അംബ്രല്ലയും 2 ബാഗും 3 കുടയും വാങ്ങിച്ചപ്പോൾ എത്രയായി? 1850 ഈ 2 ഇക്വേഷൻസ് എനിക്ക് മൈനസ് ചെയ്യാമല്ലോ. 3y - y എന്ന് പറഞ്ഞാൽ 2y. 2y = 700 എന്ന് കിട്ടും. 2y എന്താണെന്ന് കിട്ടി? 700. അങ്ങനെയാണ് y എന്തായിരിക്കും? 350 ആയിരിക്കും. ഈ വൈയുടെ വാല്യൂ ഏതെങ്കിലും ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. 2x = ഈ ഒരു ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കാം. 2x + y = 1250. 2x = 1250 - 350. ആൻസർ എന്ത് കിട്ടും? 800 എന്ന് കിട്ടും. അങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 400. y 350 റുപ്പീസും എക്സ് 400 റുപ്പീസും. ബാഗിൻ്റെ വില 400 റുപ്പീസും കുടയുടെ വില എത്രയാണ്? 350 രൂപയും. ഇതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓഫ് 2 നമ്പേഴ്സ് ദി ലാർജർ വൺ ഈസ് 6 times ദി സ്മോളർ വൺ. 2 നമ്പേഴ്സ് ഉണ്ട്. അതിൽ വലിയ നമ്പർ എന്ന് പറയുന്നത് ചെറിയ നമ്പറിൻ്റെ 6 മടങ്ങാണ്. ഇനി വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 20 കിട്ടി. അങ്ങനെയാണ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? ചെറിയ നമ്പർ x എന്നും വലിയ നമ്പർ ഞാൻ 6x എന്നും എടുത്തു. ചെറിയ നമ്പറിൻ്റെ 6 മടങ്ങല്ലേ വലിയ നമ്പർ. ഇനി
വലുതിൽ നിന്ന് ചെറുത് കുറച്ചപ്പോൾ എനിക്ക് എത്ര കിട്ടിയേ 20. 6x മൈനസ് എക്സ് അതായത് 5x ആണ് 20. അങ്ങനെയാണ് എക്സ് എന്തായിരിക്കും 20/5 ദാറ്റ് ഈസ് 4. എക്സ് 4 ആണ്. അങ്ങനെയാണ് 6x എന്തായിരിക്കും 6 × 4 24 ആയിരിക്കും. രണ്ട് നമ്പേഴ്സും കിട്ടിയല്ലോ.